വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി ആയിട്ടുള്ള കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെ വീട്ടിലുള്ള ചായപാത്രത്തിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന രീതിയിലാണ് ഈ ഒരു കപ്പ് കേക്ക് ചെയ്യുന്നത്. 5 മിനിറ്റേ വേണ്ടുള്ളൂ. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട, ബീറ്ററും വേണ്ട, ഓവണും വേണ്ട, ഒന്നും വേണ്ട. 5 മിനിറ്റിനുള്ളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റീംഡ് കപ്പ് കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. 1/4 ടീസ്പൂണ് വനില എസൻസ്, 1/2 കപ്പ് പാല്. ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു വൈറ്റ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം. ബീറ്റിയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഒരു അരിപ്പയിലൂടെ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇത് ഒന്ന് ചേർത്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇത്രയുള്ള പരിപാടി. നമ്മുടെ ബാറ്റർ റെഡിയാണ്. ബീറ്ററോ ഒന്നും വേണ്ട, മുട്ടടിച്ച് പതിപ്പിക്കുക ഒന്നും വേണ്ട. ഈസി ആയിട്ടുള്ള ബാറ്ററാണ്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു വൈറ്റ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇത് അടിച്ച് പതിപ്പിക്കരുത്. സ്ലോലി മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ബാറ്റർ ആക്കിയിട്ടെടുക്കുക. ഞാനിപ്പം കപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലത്തെ 3 ചെറിയ രാംകിൻസ്, അതായത് നമുക്ക് ചൂടിൽ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന 3 പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലുമിനിയം ഫോയിലിൻ്റെ ടിന്ന് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സുകൾ യൂസ് ചെയ്യാം. ചെറിയ സ്റ്റീൽ ഗ്ലാസ് കപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കപ്പ് കേക്ക് ചെയ്തെടുക്കാം. ആ 3 എണ്ണത്തിൽ ഞാൻ നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്യുക. അടുപ്പത്ത് ഞാൻ ചായപാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. റിങ്ങോ അതല്ലെങ്കിൽ നെറ്റോ എന്തെങ്കിലും ഒന്ന് വെച്ചാൽ മതി. അതായത് നമ്മളിതിലേക്ക് പാത്രം ഇറക്കി വെക്കുന്ന സമയത്ത് ആ പാത്രം വെള്ളത്തിൽ ടച്ച് ചെയ്യരുത്. വെള്ളത്തിൽ ടച്ച് ചെയ്യാതെ വെള്ളത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിൽക്കണം. നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ കപ്പ് കേക്കിൻ്റെ മോൾഡുകൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോ കപ്പിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് വയ്ക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഒന്നില്ലെങ്കിൽ ചായ കുടിക്കുന്ന കപ്പുകളുണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ നിങ്ങളിപ്പോൾ എടുക്കുന്ന പാത്രം കുറച്ച് വലിപ്പമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം എക്സ്ട്രാ എടുക്കും. അപ്പോൾ നിങ്ങൾ ഇത് കുറച്ച് നേരം കൂടി എക്സ്ട്രാ വെക്കുക. ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൊങ്ങിയിട്ട് വരും. ശരിക്കും നമ്മൾ ബേക്ക് ചെയ്യുന്ന കപ്പ് കേക്ക് പോലെ തന്നെ പൊങ്ങി വരും. മുകൾ ഭാഗം ഇതുപോലെ തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തി നോക്കുക. അപ്പോൾ അതാ നമ്മുടെ കപ്പ് കേക്കൊക്കെ നല്ല ഈസി ആയിട്ട് നല്ല നീറ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മോൾഡിൽ നിന്ന് ഇങ്ങനെ ഈസി ആയിട്ട് പുറത്തെടുക്കാനായിട്ട് പറ്റും. ഒരു മോൾഡിൻ്റെ അകത്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ചൊരു ഓയിൽ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല ഈസി ആയിട്ട് വിട്ട് വരും. അക്കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി ഇതേ മോൾഡിൽ തന്നെ ബാക്കിയുള്ള മാവ് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള കപ്പ് കേക്കും ബേക്ക് ചെയ്തിട്ടെടുക്കാം. മൊത്തം ഇതിപ്പോൾ 6 കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള മെഷർമെൻറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്കാണ്. പാത്രത്തിലൊന്നും പറ്റിപ്പിടിക്കില്ല. നല്ല സോഫ്റ്റും സ്പഞ്ചിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.